ബഹിരാകാശ പര്യവേഷണ രംഗത്ത് വീണ്ടും ചരിത്രമെഴുതി ISRO. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വേണ്ടിയുള്ള ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൌത്യമായ പ്രോബ-3 ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു. സൗര പര്യവേഷണമാണ് പ്രോബ-3യുടെ ലക്ഷ്യം. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Normal. Majestic liftoff of the PSLV C-59 Proba-3 mission from the Satish Dhawan Space Center. यहाँ PSLV C-59 प्रमोशन यान का सफलतापूर्ण उत्थापन रेंज ऑपरेशन डायरेक्टर ने भी इसकी पुष्टि कर दी है। यह पूरी तरह सामान्य उत्थापन है और अपने उद्देश्य दिशा की ओर बढ़ता हुआ PSLV C-59 The core S-139 stage thrusting along with the solid strap-on motors. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, ബഹിരാകാശ രംഗത്ത് മറ്റൊരു ചരിത്രം തന്നെ എഴുതിയിരിക്കുന്നു ISRO. ഇതോടുകൂടി ചില സാങ്കേതിക തകരാറുകൾ കാരണം മാറ്റിവെച്ചത് കൂടിയാണ് പ്രോബ-3. വിജയകരമായ 2 പേടകവും വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം വരുന്നു. എത്രത്തോളം അഭിമാനാർഹമായ ഒരു ദൗത്യം കൂടിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് രാജ്യം? അപർണ, ബഹിരാകാശ പര്യവേഷണ രംഗത്ത് മറ്റൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ് ISRO. ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ 2 ഇരട്ട ഉപഗ്രഹങ്ങളെയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. PSLV 59C എന്ന വിക്ഷേപണ വാഹനത്തിലാണ് ഈ 2 ഉപഗ്രഹങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ 2 ഉപഗ്രഹങ്ങളെയും എത്തിക്കുന്നത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ISROയുടെ വാണിജ്യ ബഹിരാകാശ പര്യവേഷണം കൂടിയാണ് ഇത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് എത്തിച്ചിരിക്കുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കൊറോണഗ്രാഫ് ഒക്യുൾട്ടർ എന്നിങ്ങനെ 2 ഉപഗ്രഹങ്ങളെയാണ് ഇപ്പോൾ സ്പേസിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ കൊറോണഗ്രാഫിൽ ഒരു നേരിയ തോതിലുള്ള ഒരു പിഴവ് കണ്ടെത്തിയിരുന്നു. സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഈ വിക്ഷേപണം നടന്നിരിക്കുന്നത്. ഇന്ന് 4:04 വിക്ഷേപണം. ഇതൊരു ചരിത്ര നിമിഷമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച ISRO ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ പര്യവേഷണം എന്ന രീതിയിൽ കൂടി ഇത് പ്രശസ്തമാണ്. 2 ഉപഗ്രഹങ്ങളെയാണ് ഈ PSLV C-59 വഹിക്കുന്നത്. ഒന്ന് ഒരു നിശ്ചിത ഉയരത്തിൽ ഒരു ഉപഗ്രഹത്തിന് മുന്നിലായി മറ്റൊരു ഉപഗ്രഹം ഘടിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ ഒരു വിക്ഷേപണം നടന്നിരിക്കുന്നത്. കൊറോണഗ്രാഫ് ഒക്യുൾട്ടർ എന്നീ 2 ഉപഗ്രഹങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ISROയുടെ വാണിജ്യ വിഭാഗവും ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു ദൗത്യം കൂടിയാണ് ഇത്. ഏതായാലും ഇത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുക, സൂര്യന്റെ കൊറോണ, അതായത് സൂര്യന്റെ ബാഹ്യഭാഗത്തുള്ളതും ഏറ്റവും ചൂടേറിയതുമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. സൗര പര്യവേഷണ രംഗത്ത് ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന്, വലിയ തോതിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് സഹായിക്കും എന്നാണ് ISROയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും വിശ്വാസം. ഇന്നലെയാണ് ഇതിന്റെ ഒരു വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ 43 മിനിറ്റും 55 സെക്കൻഡുകളും മാത്രം വിക്ഷേപിക്കാൻ ബാക്കിയിരിക്കെയാണ് ഈ കൊറോണഗ്രാഫിൽ ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയിരുന്നത്. ആ സാങ്കേതിക തകരാർ ഇന്ന് പരിഹരിക്കുകയും ഇപ്പോൾ അത് വിജയകരമായി വിക്ഷേപിക്കുകയും ചെയ്തിരിക്കുകയാണ് അപർണ.